അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ പിശാചിൽ നിന്നും അള്ളാഹുവിൽ ശരണം തേടണമെന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായി പിശാച് മനുഷ്യന് കീഴടക്കാൻ കഴിയാത്ത ഒരു അജയ്യ ശക്തിയൊന്നുമല്ല. അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുന്ന ആത്മാർത്ഥതയുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിശാച് അവരെ സ്വാധീനിക്കുകയില്ല. മറിച്ച് പിശാചിനെ രക്ഷകനായി കരുതുന്നവരെയാണ്. ഉദാഹരണത്തിന് അള്ളാഹുവിനെ വെടിഞ്ഞ് ബഹുദൈവങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുകയും അവയിൽ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുന്നവർ പോലെയുള്ള അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മറികടന്ന് പിശാചിനെ തങ്ങളുടെ രക്ഷകനാക്കുന്നവരെയാണ് പിശാച് പിടികൂടുക എന്നാണ് കഴിഞ്ഞ ആയത്തിൻ്റെ തുടർച്ചയായി ഇന്ന് പഠിക്കുന്ന 99, 100 ആയത്തുകളിൽ പറയുന്നത്. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ, അവന് ഒരു അധികാരവുമില്ല. ഇന്നഹു, തീർച്ചയായും അവൻ, ലൈസ ലഹു, അവനില്ല, സുൽത്താനുൻ, ഒരധികാരവും, പിശാചിന് ഒരു സ്വാധീനവും ചെലുത്താനുള്ള അധികാരശക്തിയില്ല. സുൽത്താൻ എന്ന് പറഞ്ഞാൽ അധികാരം എന്നാണ്. ഇവിടെ അധികാരശക്തി ഉപയോഗിച്ച് സ്വാധീനിക്കുക എന്നതിനാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ സ്വാധീനിക്കാൻ അവന് കഴിയില്ല എന്ന് പറഞ്ഞാൽ പിശാചിന് കഴിയില്ല. പിശാചിനെ കുറിച്ചാണല്ലോ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു വന്നത്. അതിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇന്ന് പഠിക്കുന്ന 2 ആയത്തുകൾ പറയുന്നത്. അതുകൊണ്ട് ലൈസ ലഹു, അവനില്ല എന്ന് പറഞ്ഞത് പിശാചിനില്ല എന്ന അർത്ഥത്തിലാണ്. അലല്ലദീന ആമനു, സത്യവിശ്വാസികളുടെ മേൽ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തങ്ങളുടെ റബ്ബിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തവരുടെ മേൽ. അപ്പോൾ ഇതിലൂടെ അള്ളാഹു മനുഷ്യരെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുകയും എല്ലാ ഘട്ടത്തിലും അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് പതറാതെ ദീനിൻ്റെ മാർഗത്തിൽ വ്യതിചലിക്കാതെ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്കെൻ്റെ റബ്ബ് മതി, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്, അവനാണ് ഭരമേൽപ്പിക്കാനും പ്രതീക്ഷയർപ്പിക്കാനും ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ എന്ന വിശ്വാസവും നിലപാടും സ്വീകരിക്കുന്ന ഒരാളെ ശൈത്താൻ സ്വാധീനിക്കുകയില്ല എന്നാണ് വ്യക്തമാക്കി തരുന്നത്. ഉറച്ച വിശ്വാസികൾ പിശാചിൽ നിന്നും രക്ഷ നേടാൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചതുകൊണ്ടാണ് എന്നതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ ഏറ്റെടുക്കുകയും പിശാചിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യും. എന്നാൽ പിന്നെ ശൈത്താൻ മനുഷ്യരെ വഴിതെറ്റിക്കും എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഇന്നമാ സുൽത്താനുഹു, തീർച്ചയായും അവൻ്റെ അധികാര സ്വാധീനം അലല്ലദീന യതവല്ലൗനഹു, അവനെ വലിയാക്കിയവരുടെ മേൽ മാത്രമാണ്. വല്ലദീനഹും ബിഹി മുശ്രിക്കൂൻ, അവൻ്റെ പ്രേരണയാൽ അവനെക്കൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും ചെയ്യുന്നവരും. പിശാചിനെ രക്ഷാകർത്താവായി സ്വീകരിച്ചുകൊണ്ട് പിശാചിൻ്റെ പ്രേരണയാൽ അള്ളാഹുവിൽ പങ്കു ചേർത്ത് ശിർക്ക് ചെയ്യുന്ന ആളുകളാണ് പിശാചിൻ്റെ സ്വാധീനത്തിൽപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഏകനായ അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസത്തിന് കോട്ടം തട്ടുകയും മനസ്സിൽ ചാഞ്ചല്യമുണ്ടാവുകയും ചെയ്യുന്നവരെ പിശാച് ബഹുദൈവ വിശ്വാസത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും കൊണ്ടുപോകുന്നു, മറ്റ് ദുർനടപടികളിലേക്കും കൊണ്ടുപോകുന്നു. ഇത്തരം ആളുകൾ അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം വെടിയുന്നതിലൂടെ പിശാചിൻ്റെ വഴിയിൽ പ്രതീക്ഷയർപ്പിക്കുകയും അങ്ങനെ അവൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് അവനെ രക്ഷാകർത്താവാക്കുകയും ചെയ്യുന്നു. ഖുർആനിൽ അള്ളാഹുവിനെ വലിയ രക്ഷാകർത്താവാക്കുന്നവരെയും പിശാചിനെ രക്ഷാകർത്താവാക്കുന്നവരെയും എടുത്തു പറയുന്ന വിവിധ സന്ദർഭങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെയും പിശാചിനെ രക്ഷാകർത്താവാക്കുന്നതിലെ അപകടത്തെ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്ന ഉറച്ച വിശ്വാസമുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.